പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായതായി പരാതി. ആയിരക്കണക്കിന് യാനങ്ങളാണ് അഴീക്കോട് മുനമ്പം അഴിമുഖം കേന്ദ്രീകരിച്ച് മാത്രം പണിയെടുക്കുന്നത്. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് തൊഴിലാളികൾ. ഫിഷറീസ്, സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ അലംഭാവമാണ് മണ്ണെണ്ണ വിതരണം മുടങ്ങാൻ കാരണമെന്ന് ആരോപണമുണ്ട്. യാനങ്ങളും ഇവയിൽ ഘടിപ്പിക്കുന്ന ഔട്ട്ബോർഡ് എഞ്ചിനുകളും 2 വകുപ്പുകളും പരിശോധിച്ചാണ് മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നത്. 10 HP മോട്ടറുള്ള യാനത്തിന് 129 ലിറ്റർ, 10 മുതൽ 15 HP വരെ 136 ലിറ്റർ, 15 HP മുകളിലുള്ളതിന് 180 ലിറ്ററുമാണ് പ്രതിമാസം മണ്ണെണ്ണ വിഹിതം. മുൻപ് എല്ലാ മാസവും നൽകിയിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ വർഷത്തിൽ ഏതാനും തവണകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. സർക്കാർ അനുവദിച്ചു തരുന്ന നീലമണ്ണെണ്ണ കിട്ടിയിട്ട് 10 വർഷത്തോളമായി. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾക്ക് ഒരു പെർമിറ്റിന് 40 HP എഞ്ചിൻ പ്രവർത്തിക്കുന്ന ഒരു പെർമിറ്റിന് 600 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ശോഷിച്ച് ഇപ്പോൾ ഒരു മിനിമം ഒരു 60 ലിറ്ററിന് താഴെ എത്തി. അത് വർഷത്തിൽ 2 തവണയായി. എത്രയും പെട്ടെന്ന് മത്സ്യമേഖലയ്ക്ക് അത്രയും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മണ്ണെണ്ണ ലഭ്യമായാൽ അത് പരമ്പരാഗത മേഖലയ്ക്ക് അത് വലിയൊരു ഉണർവായിരിക്കും. 1 ലിറ്ററിന് 25 രൂപ സബ്സിഡിയോടെ മത്സ്യഫെഡ് നിയന്ത്രിതമായ അളവിൽ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവിതരണ വകുപ്പ് വഴി ലഭിച്ചിരുന്ന വിലക്കുറവുള്ള മണ്ണെണ്ണ കിട്ടാക്കനിയായ അവസ്ഥയാണുള്ളത്. ഒരു ചെറുവള്ളവും അനുബന്ധ വള്ളങ്ങളും ഒരു തവണ കടലിൽ പോയി വരുന്നതിന് 500 ലിറ്ററോളം ഇന്ധനം ആവശ്യമായി വരും. മണ്ണെണ്ണ ലഭിക്കാത്ത സാഹചര്യത്തിൽ വിപണിയിലുള്ള രാസലായനി ഉപയോഗിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നവരുടെ എണ്ണം ഏറി വരികയാണ്. ഇൻബോർഡ് വള്ളങ്ങൾ ഡീസൽ എഞ്ചിൻ ഘടിപ്പിക്കുന്നതുകൊണ്ട് അവയെ മണ്ണെണ്ണ പ്രതിസന്ധി ബാധിക്കുന്നില്ല. ചെറുകിട മത്സ്യത്തൊഴിലാളികളാണ് മണ്ണെണ്ണ പ്രശ്നത്തിൽ വലയുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.